KSU നേതാവായിരിക്കെ മലമ്പുഴയിൽ VS അച്യുതാനന്ദനോട് മത്സരിച്ച പോരാട്ട വീര്യവുമായാണ് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് ഇക്കുറി തവനൂരിൽ മത്സരത്തിനിറങ്ങുന്നത്. മണ്ഡലം രൂപീകരിച്ചത് മുതൽ ഇടതിനൊപ്പം നിന്ന തവനൂർ VS ജോയ് എന്ന യുവ നേതാവിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. പുത്തൻ തലമുറയെ ആകർഷിക്കും വിധമുള്ള പ്രചാരണ പരിപാടികളുമായി മണ്ഡലത്തിലാകെ നിറഞ്ഞു നിൽക്കുകയാണ് VS ജോയ്. തവനൂർ മണ്ഡലം ഇപ്രാവശ്യം UDF-ന്റേതാകണം. ഈ ചിന്ത മാത്രമേ കോൺഗ്രസിനുള്ളൂ. പ്രചരണം ഏകോപിപ്പിച്ച് പ്രവർത്തകരെ കളത്തിലിറക്കി മുസ്ലിം ലീഗും ഒപ്പമുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ VS ജോയ് സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയായതായി UDF പ്രവർത്തകർ പറയുന്നു. വീട്ടുമുറ്റങ്ങളിലെ കുടുംബയോഗങ്ങൾ, വോട്ടർമാരെ നേരിൽ കണ്ടുള്ള വോട്ടഭ്യർത്ഥന, എളിമയോടെയുള്ള തുറന്നുപറച്ചിൽ, ആവേശച്ചൂടിന് ഒട്ടും കുറവില്ല തവനൂരിൽ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി UDF-ന് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന വിശ്വാസം വോട്ടർമാരിൽ ചിലരും പങ്കുവയ്ക്കുന്നു. UDF അധികാരത്തിൽ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ 10 വർഷമായിട്ട് ഇവിടെ വലിയ വികസനം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും UDF-ന് അധികാരത്തിൽ വരണം. കാരണം സമാധാനപരമായ ഒരു അന്തരീക്ഷം, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ജോയ് സ്ഥാനാർത്ഥി. അയാൾ എന്തായാലും ജയിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. സാർ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇനിയും തുടർന്ന് അടുത്ത UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയം പറയുന്നതോടൊപ്പം മണ്ഡലത്തിലെ പോരായ്മകൾ എടുത്തുകാട്ടിയാണ് പ്രചാരണം. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ 15 വർഷത്തെ തുടർച്ചയായിട്ടുള്ള വിജയങ്ങളിൽ നിന്നൊരു മാറ്റം. ഈ നാടിന്റെ വികസന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണുള്ളത്. രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് ഈ മണ്ഡലത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. മണ്ഡലത്തിൽ കാര്യമായ വികസന പദ്ധതികളൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിഘോഷിച്ച പ്രഖ്യാപനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. 140 നിയോജകമണ്ഡലങ്ങളിൽ ഒരു പോലീസ് സ്റ്റേഷനില്ലാത്ത ഏക മണ്ഡലം തവനൂർ നിയോജകമണ്ഡലമാണ്. അപ്പോൾ തവനൂരിൽ ഒരു മാറ്റം വന്നേ മതിയാകൂ എന്ന് ജനങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പ്രകടിപ്പിക്കുന്ന ഒരു വികാരം. KSU നേതാവായിരിക്കെ 2016 മലമ്പുഴയിലെത്തി VS അച്യുതാനന്ദനെതിരെ മത്സരിച്ച ജോയ്ക്ക് ഇത് 2ാം മത്സരമാണെങ്കിലും സ്വന്തം നാട്ടിലെ കന്നി മത്സരമാണ്. നിലമ്പൂർ എരുമമുണ്ടക്കാരനായ ജോയ് ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയ ശേഷം ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് തവനൂരിൽ അംഗത്തിനിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലാകെ UDF മിന്നും വിജയം നേടിയപ്പോൾ തവനൂർ മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളും ഒപ്പം നിന്നു. ഈ തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരാനാകും എന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. അങ്ങനെ തവനൂരിനെ ജോയ്ഫുൾ വിജയത്തിലെത്തിക്കാൻ മുഴുവൻ സമയവും വോട്ടർമാർക്കൊപ്പമാണ് VS ജോയ്. ന്യൂസ് മലയാളം, മലപ്പുറം.